സർക്കാർ നടപ്പാക്കുന്ന പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ മാലിപ്പുറം സ്വതന്ത്ര മൈതാനിയിലെ കളിക്കളം നഷ്ടമാകുമെന്ന ആശങ്കയിൽ മാലിപ്പുറത്തെ കായിക താരങ്ങൾ. നവീകരണത്തിന്റെ ഭാഗമായി ഓപ്പൺ സ്റ്റേജ്, ഓപ്പൺ ജിംനേഷ്യം, നടപ്പാത, പാർക്കിംഗ് ഏരിയ എന്നിവ നിർമ്മിക്കുമ്പോൾ കളിസ്ഥലം 4-1 ചുരുങ്ങുമെന്ന് താരങ്ങൾ പറയുന്നു. കളിക്കളം ഇല്ലാതാകുന്ന നടപടിക്കെതിരെ കായിക താരങ്ങൾ ഫുട്ബോൾ കളിച്ച് പ്രതിഷേധിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കുടുംബാരോഗ്യ കേന്ദ്രം, അഗ്നിരക്ഷാസേന, ജല അതോറിറ്റി എന്നിവർക്ക് സമീപം വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതയരികിലാണ് മൈതാനം. നവീകരണത്തിന്റെ ഭാഗമായി മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് കൂറ്റൻ സ്റ്റേജിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിനൊപ്പം ഓപ്പൺ ജിംനേഷ്യവും നടപ്പാതയും പാർക്കിംഗും വരുന്നതോടെ മൈതാനം തന്നെ ഇല്ലാതാകുമെന്ന് മാലിപ്പുറത്തെ കായിക താരങ്ങൾ ആശങ്കപ്പെടുന്നു. സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയ ഫുട്ബോൾ കളിയിൽ വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി കായിക താരങ്ങൾ പങ്കെടുത്തു. വികസനത്തിന്റെ പേരിൽ ഒരു മൈതാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ഇതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു സ്കെച്ച് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് 20 മീറ്റർ വീതിയും 40 മീറ്റർ നീളവുമുള്ള ഫൈവ്സ് ഫുട്ബോൾ കളിക്കാൻ മാത്രം പറ്റുന്ന കുട്ടികൾക്ക്, 13 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഫൈവ്സ് ഫുട്ബോൾ പരിശീലനത്തിന് മാത്രം ഉതകുന്ന ഒരു ഗ്രൗണ്ടാണ് ഇവിടെ മാറ്റിവെച്ചിരിക്കുന്നത്. ബാക്കി സ്ഥലമോ പകുതിയോളം ഭാഗം പാർക്കിംഗ് ഏരിയക്ക് വേണ്ടി തിരിച്ചിടുന്നു. അതുപോലെ തന്നെ വാഗ്വേ ചുറ്റിനും നടുക്കും ഒരു വാഗ്വേ, ഓപ്പൺ ജിം, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഫലത്തിൽ ഒരു ഗ്രൗണ്ട്, ഒരു കളിക്കളം എന്ന നിലയിൽ ഇത് ഇല്ലാതാവുകയും ഒരു പൊതുയോഗ സ്ഥലം മാത്രമായിട്ട് ഇതിനെ മാറ്റുകയും ചെയ്യുന്ന ഒന്നാണ് ഈ നവീകരണ പ്രവർത്തനത്തിലൂടെ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ടിനെ സ്നേഹിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ, ഇവിടെ കളിച്ചു വളർന്ന ആളുകൾ, കളിക്കാർ ഒക്കെ ചേർന്നുകൊണ്ട് ഞങ്ങളിവിടെ ഒരു മാലിപ്പുറം സ്വതന്ത്ര മൈതാനം സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമര സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ആ സമര സംഘടന MLAയ്ക്കും പഞ്ചായത്തിനും അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണ ചുമതലയുള്ള ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനും ഒക്കെ തന്നെ നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇതുവരെ അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും ചർച്ചയും ഒന്നും നടന്നിട്ടില്ല. 3725 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വിശാലമായ സ്വതന്ത്ര മൈതാനിയിൽ 99.4 ലക്ഷം രൂപ ചെലവാക്കി മൈതാനം നവീകരിക്കുമ്പോൾ കളിക്കളം ചുരുങ്ങിപ്പോകുന്നു എന്നതാണ് സമരക്കാരുടെ പ്രധാന ആക്ഷേപം. ഓപ്പൺ ജിം ഉൾപ്പെടെ നിർമ്മിക്കുമ്പോൾ കേവലം 800 ചതുരശ്ര മീറ്റർ ഗ്രൗണ്ടായി പരിമിതപ്പെടും. കളിക്കളം പദ്ധതി കളിക്കാർക്ക് പ്രാധാന്യം നൽകേണ്ടതാണെന്നും സമരസമിതി പറയുന്നു. സ്വതന്ത്ര മൈതാനം പോലെ വിശാലമായ ഒരു കളിസ്ഥലം എളങ്കുന്നപ്പുഴ പഞ്ചായത്തിൽ മറ്റെവിടെയുമില്ല. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നവീകരണത്തിന്റെ പൂർണ്ണ ചുമതല. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.